പ്രവൃത്തികളിലേക്ക് തിരിയാം. സനാതനനായ ദൈവത്തിന്റെ വന്ധ്യ തിരുനാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് ഈ സന്ധ്യയിലും ഇങ്ങനെ ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ യാത്രയിലായതുകൊണ്ട് അല്പ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ശബ്ദവും കാഴ്ചയും ഒക്കെ റോഡ് സൈഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അല്പം പ്രയാസം ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാലും കർത്താവിന്റെ മക്കൾ ക്ഷമിക്കുമല്ലോ. ശബ്ദം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ചെറുതായിട്ട് കാണും അല്ലേ? ഇല്ല 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 നന്നായിട്ടുണ്ട്. ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. സ്തോത്രം. വാഹനങ്ങളൊക്കെ ഒത്തിരി പോകുന്നുണ്ട്. ഹോണടിയും വാഹനങ്ങളുടെ ഇതൊരു ട്രക്ക് റോഡാ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നിന്നായിരുന്നല്ലോ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം, അവിടെ നാം കാണുന്ന ഫിലദൽഫിയ സഭയോടുള്ള കർത്താവിന്റെ സന്ദേശം. അതിൽ നിന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് എന്നതിനേക്കാൾ ഒരു മുന്നറിവ് നൽകുന്ന ചില കാര്യങ്ങളായിരുന്നു. അതിൽ കർത്താവ് ആദ്യം പറഞ്ഞത്, സാത്താന്റെ പള്ളിയിൽ നിന്ന് യഹൂദന്മാരല്ലാത്ത എന്നാൽ കപട യഹൂദന്മാരായ ചിലരെ നിന്റെ അടുക്കൽ വരുത്തും. അവർ നിന്റെ അടുക്കൽ വന്ന് നിന്നെ നമസ്കരിപ്പാൻ ഞാൻ ഇടയാക്കും. അപ്പോൾ സകല ജനവും അറിയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. സ്തോത്രം. രണ്ടാമത് നാം കണ്ടത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഒരു പീഡന കാലത്തെക്കുറിച്ച്, ഒരു പരീക്ഷാ കാലത്തെക്കുറിച്ച്. അത് മഹാപീഡന കാലം ആണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്, കർത്താവ് വേഗം വരുന്നു, നാം ഒരുങ്ങി നിൽക്കുക എന്ന ഒരു സന്ദേശം. കൂടാതെ നമുക്കുള്ളത് ആരും അപഹരിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. അതായത് നമുക്കുള്ളത് നഷ്ടമാകുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിവരവും കൂടെ നമുക്ക് കർത്താവ് ഈ ഫിലദൽഫിയയോടുള്ള ബന്ധത്തിൽ സൂചനയായി, ഒരു മുന്നറിവായി നൽകുന്നുണ്ട്. സ്തോത്രം. ഇനിയും നമുക്ക് നോക്കുവാനായിട്ടുള്ളത് ദ ചാലഞ്ചസ്. ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ യേശു കർത്താവ് അവതരിപ്പിക്കുന്ന വെല്ലുവിളികളാണ്. ആ വെല്ലുവിളികൾ എന്നത് സാധ്യതകളും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളുമാണ്. അവയെ വെല്ലുവിളികളായിട്ട് ഏറ്റെടുക്കണം എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. ഞാൻ ലൈറ്റ് ഓൺ ചെയ്തില്ലായിരുന്നു. നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് വയ്ക്കുന്ന ചില സാധ്യതകൾ, അവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ. സ്തോത്രം. അതേപ്പറ്റിയാണ് നാം കാണുന്നത്. 3-ന്റെ 8-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാമല്ലോ.
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. സ്തോത്രം. നാം അവിടെ കാണുന്നത് ഒന്നാമത്തെ സംഗതി, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. an ഓപ്പൺ ഡോർ. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയായിരുന്നുവെന്ന്. അതിൽ രണ്ട് പ്രധാന സംഗതികൾ, ദാവീദിന്റെ താക്കോൽ ഉള്ളവനെന്നും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും എന്ന് ക്രിസ്തു തന്നെ തന്നെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തലുമായി ബന്ധപ്പെടുത്തി കണ്ടു തന്നെയാണ് ഈ സന്ദേശം കർത്താവ് അവരോട് പറയുന്നത്. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ ഞാൻ, ഏത് ഞാൻ? ദാവീദിന്റെ താക്കോൽ കൈവശം ഉള്ള ഞാൻ. ഏതു ഞാൻ? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്ന ഞാൻ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാനും കഴിയുന്ന ദാവീദിന്റെ താക്കോലുള്ള ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. സോറി, അല്പം ചുമച്ചു പോയതിൽ. അപ്പോൾ ഒരു ഓപ്പൺ ഡോർ ബിഫോർ ദി ചർച്ച് അറ്റ് ഫിലദൽഫിയ. എന്താ ഈ ഓപ്പൺ ഡോർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? തുറന്ന വാതിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. നേരത്തെ അടഞ്ഞു കിടന്നതായിരുന്നു, ഇപ്പം തുറന്നിരിക്കുന്നു. നേരത്തെ അടഞ്ഞു കിടന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് അതിനെപ്പറ്റി പറയാം. നേരത്തെ അടഞ്ഞു കിടന്നിരുന്നത്, എങ്കിലും അതിന്റെ അർത്ഥം എന്തായിട്ട് വരും? ആവശ്യക്കാർക്ക് കടന്നു വരാം. ആവശ്യക്കാർക്ക് കടന്നു വരാം. ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. എന്തോ ഇപ്പൊ പറഞ്ഞതാ? ചില സാധ്യതകൾ നിന്റെ മുൻപിലുണ്ട്. വെരി ഗുഡ്. രണ്ട് കാര്യങ്ങളാണത്. ഒന്ന്, പോസിബിലിറ്റീസ്, സാധ്യതകൾ. ഇവിടെ തുറന്ന വാതിലിന്റെ അർത്ഥം ശരിയാണ്, നേരത്തെ അടഞ്ഞു കിടന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ തുറക്കേണ്ടി വന്നത്. കടന്നു വരികയും പുറത്തു പോവുകയും ചെയ്യാം വാതിലിലൂടെ. എന്നാൽ ആ വാതിൽ എന്നതിന്റെ ഇവിടുത്തെ അർത്ഥം, അതും തുറന്ന വാതിൽ എന്നതിന്റെ അർത്ഥം സാധ്യത എന്നുള്ളതാണ്. എന്തോ അസാധാരണമായ ഒരു സാധ്യത, എന്തോ അത്യാവശ്യമുള്ള ഒരു സാധ്യത കർത്താവ് ഇവരുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. സ്തോത്രം. രണ്ട്, വാതിൽ എന്നതിന്റെ അർത്ഥം ഡോക്ടർ സാജു പറഞ്ഞതുപോലെ ക്രൈസ്റ്റ് ഹിംസെൽഫ്, ക്രിസ്തു തന്നെ. കാരണം കർത്താവ് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഞങ്ങളുടെ കൊച്ചു കൂട്ടായ്മയിൽ, സഭയിൽ ഇപ്പോൾ ഞായറാഴ്ച തോറും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഐ ആം സേയിങ്സ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ഞാനാകുന്നു എന്ന പ്രഖ്യാപനങ്ങളെ കുറിച്ച്.
അങ്ങനെ ഉള്ളതിൽ പ്രധാനപ്പെട്ട 7 പ്രഖ്യാപനങ്ങൾ, 7 I am sayings ആണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉള്ളത്. അതിൽ ഒന്നാണ് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറയുന്ന ഞാൻ വാതിൽ ആകുന്നു. സ്തോത്രം. I am the door. I am the door. അതും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും ആദ്യമായി ഒരു തുറന്ന വാതിൽ നിന്റെ മുൻപിൽ ഞാൻ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് സാധ്യതയാണ്. സാധ്യത. അതും എന്തിനുള്ള സാധ്യതയാണ്? ഇത് എന്തിനുള്ള വാതിലാണ്? സുവിശേഷം. തീർച്ചയായിട്ടും. ഇവിടെ നാം കാണുന്ന വാതിൽ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ പ്രത്യേകാൽ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ സുവിശേഷീകരണത്തിൽ വളരെ തൽപരരായിരുന്നു. അപ്പോസ്തലന്മാർ മാത്രമല്ല, ചിതറിപ്പോയ ദൈവജനവും പോയിടത്തെല്ലാം സുവിശേഷം അറിയിച്ചു. അതുകൊണ്ട് സാധാരണ വിശ്വാസികളെ കൊണ്ടും ദൈവം സഭകൾ സ്ഥാപിച്ചു. സാധാരണ വിശ്വാസികളെ കൊണ്ടും ദൈവം സഭകൾ സ്ഥാപിച്ചു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ സുവിശേഷീകരണത്തിൽ ഏറെ തൽപരരായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. 1-ാം നൂറ്റാണ്ടിലെ സഭ, യെരുശലേമിൽ തുടങ്ങിയ സഭ, ഏതാണ്ട് AD 30-കളിൽ, മിഡ് 30s, AD 30-കളിൽ തുടങ്ങിയ സഭ ഏതാണ്ട് AD 100-നകം, അതായത് ഒരു 60-65 വർഷങ്ങൾക്കകം വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഏതാണ്ട് 21 പ്രാദേശിക സഭകളുണ്ട്. യെരുശലേമിൽ ആരംഭിച്ച സഭ വെളിപ്പാട് 3-ാം അധ്യായത്തിലെ ലവോദിക്യ വരെയുള്ള പ്രാദേശിക സഭകളുടെ പേര് നോക്കിയാൽ ഏതാണ്ട് 21ഓളം പ്രാദേശിക സഭകളുടെ സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് കാണാം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വരെയാണ് ഇങ്ങനെയുള്ളത്. അതിന്റെ അർത്ഥം ഈ 21ഓളം സഭകൾ മാത്രമേ ഈ 65 വർഷങ്ങൾ കൊണ്ട് സ്ഥാപിച്ചുള്ളൂ എന്നല്ല. വേദപുസ്തകത്തിൽ അത്രയുമേ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അത്രയുമേ സഭകളുടെ പേരുകൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സഭാ വളർച്ച ഉണ്ടായി. ആ സഭാ വളർച്ചയ്ക്ക് കാരണം അന്നത്തെ ഏഷ്യൻ ചിറ്റാസിയ എന്ന് പറയുന്ന ആസിയ അല്ലെങ്കിൽ ഏഷ്യ, ഇന്നത്തെ വെസ്റ്റ് ഏഷ്യ, ഏഷ്യ മുഴുവനും യൂറോപ്പ് മുഴുവനും അല്ലെങ്കിൽ യൂറോപ്പിന്റെ ചില ഭാഗങ്ങളും ഒക്കെ ആ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷീകരിക്കപ്പെട്ടു. കേൾക്കാമോ? ഓക്കെ. ആകെക്കൂടെ 120 വ്യക്തികൾ, 120 പേർ ഉള്ള ഒരു കൊച്ചു സംഘമാണ് എണ്ണിക്കൂടാത്ത ഒരു വലിയ സംഘമായിട്ട്, സഭയായിട്ട് വളർന്നത്.
സ്തോത്രം. അപ്പം അഭൂതപൂർവമായി സഭയുടെ ഈ വളർച്ച പണവും പ്രതാപവും സാഹചര്യങ്ങളും സ്വാധീനവും അധികാരവും കസേരയും ഒന്നും ഉള്ളവരായിരുന്നില്ല ഇവർ, സാധാരണക്കാർ. അതിൽ കുറേയേറെ പേർ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ലാതിരുന്ന ഒരു കാലം. അക്കാലത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ ജനത്തെ കൊണ്ടാണ് സഭ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയേറെ വിശാല സ്ഥലങ്ങളിലേക്ക് വളർന്നത്. അതിനുള്ള 3-4 പ്രധാന കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം their zeal for evangelism. സുവിശേഷീകരണത്തിന് വേണ്ടി ആദിമ ദൈവസഭ കാണിച്ച ശുഷ്കാന്തിയാണ് ഈ സഭാ വളർച്ചയ്ക്ക് കാരണമായത്. They were so zealous about evangelism. They were so enthusiastic to share the gospel. ഇപ്പോൾ സുവിശേഷീകരണം ആദിമ നൂറ്റാണ്ടിലെ ഒരു സഭയുടെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പൗലോസ് പറയുന്നു, എന്നെ സുവിശേഷം അറിയിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, സ്നാനപ്പെടുത്താൻ പോലും അല്ലെന്നാ പറയുന്നത്, കൊരിന്ത്യ സഭയോട് പറയുന്നത്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം നിമിത്തം യഹൂദന്മാർക്കും യവനന്മാർക്കും ജ്ഞാനികൾക്കും ബർബരന്മാർക്കും സ്വതന്ത്രന്മാർക്കും ദാസന്മാർക്കും എല്ലാവർക്കും കടക്കാരനാകുന്നു. I am indebted to all because of the gospel. That is what Paul says in Romans chapter 1, 14-16. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ഏറ്റവും വലിയ തീക്ഷ്ണത യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് വന്ന് സഭയ്ക്ക് സുവിശേഷീകരണം എന്ന ദൗത്യത്തെ പറ്റി വലിയ ബോധ്യമില്ലാതെയായി. The first century church was so enthusiastic in evangelism. That was one of the key reasons, that was the primary reason for the church growth in the first century. Whether an apostle or a pastor or a minister, every born again Christian was filled with a zeal for the gospel. But later on, the church lost that fervency, that zeal. And church was engaged in many other meaningless things. But now Christ tells this church at Philadelphia, now you have an open door of evangelism. അതുകൊണ്ടാണ് ഈ ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം നവീകരണ കാലഘട്ടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നത്. This is one of the key reasons why Bible teachers believe that the time or the duration or the period of Philadelphia church is the period of reformation. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സുവിശേഷീകരണത്തിന്റെ ആത്മാവ് ദൈവസഭയിലേക്ക് വീണ്ടും വരുന്നത് നവീകരണ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് 19th സെഞ്ച്വറിയുടെ
ഒടുവിൽ അല്ലെങ്കിൽ 20th സെഞ്ച്വറി 20ാം നൂറ്റാണ്ടോടുകൂടെ അത് വളരെ അധികം വർദ്ധിച്ചതായി നമുക്ക് കാണാം. 16ാം നൂറ്റാണ്ട് 16th സെഞ്ച്വറിയാണ് നവീകരണത്തിന്റെ കാലഘട്ടം. എന്നാൽ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഏതാണ്ട് 20ാം നൂറ്റാണ്ടോടുകൂടിയാ. ലോകത്തിന്റെ ഏറ്റവും അധികം ഭാഗങ്ങളിലേക്ക് മിഷണറിമാർ, ക്രിസ്തീയ മിഷണറിമാർ ദൗത്യവുമായി കടന്നുപോയത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഓപ്പൺ ഡോർ എന്നുള്ളത് സുവിശേഷീകരണത്തിനു വേണ്ടി ഉള്ള ഒരു വാതിലാണ്. സ്തോത്രം. അതിലേക്ക് നാം വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമുക്കതിനെ ഡോർ ടു മിഷൻസ്, ഡോർ ഓഫ് മിഷൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സുവിശേഷീകരണത്തിന്, സഭയുടെ ദൗത്യത്തിന് വേണ്ടി. വാട്ട് ഈസ് ദ മിഷൻ ഓഫ് ദ ചർച്ച്? എന്താണ് സഭയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്? ഗോസ്പലൈസേഷൻ, ഇവാഞ്ചലൈസേഷൻ. ഗോസ്പലൈസേഷൻ, അബ്സല്യൂട്ട്ലി. ഡിസൈപ്പിൾ മേക്കിംഗ് എന്ന് നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാം. ഡിസൈപ്പിൾ മേക്കിംഗ്, ശിഷ്യന്മാരെ ഉണ്ടാക്കുക. യേശു കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞത് നമുക്കറിയാം. മത്തായി 28 നിന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പോൾ മത്തായി 28ന്റെ 18ഉം 19ഉം മർക്കോസ് 16ന്റെ 15ഉം കൂടെ ചേർത്താണ് ഞാൻ സാധാരണ ഈ ഭാഗം പറയാറുള്ളത്. കർത്താവ് പറയുന്ന 5 കൽപ്പനകളുണ്ട്. ഞാൻ സ്നാന സമയങ്ങളിൽ ഇത് ഓർപ്പിക്കാറുണ്ട്. ഒന്നാമത്തെ കൽപ്പനയാണ് ഗോ, നിങ്ങൾ പുറപ്പെടുക. 2, ഇവാഞ്ചലൈസ്, സുവിശേഷം പ്രസംഗിക്കുക, പ്രീച്ച് ദ ഗോസ്പൽ. 3, ബാപ്റ്റൈസ്, സ്നാനപ്പെടുത്തുക. 4, മേക്ക് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരെ വാർത്തെടുക്കുക. ടീച്ച് ദം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കുക, ഉപദേശിക്കുക. ഈ 5 കാര്യങ്ങൾ: പോവുക, സുവിശേഷം പ്രസംഗിക്കുക, സ്നാനപ്പെടുത്തുക, ശിഷ്യരാക്കുക, ഉപദേശിക്കുക. These are the 5 key commandments in relation with the mission of the church. Christ commanded them to go, preach the gospel, baptize them, make disciples, and teach them to obey. Teach them to obey. Well, this is the mission. So here, this door, the open door, is a chance or an opportunity for evangelism. For evangelism. സുവിശേഷം അറിയിക്കുന്നതിനുള്ള ഒരു സാധ്യത എന്ന വാതിലാണ് ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അതിനെക്കുറിച്ച് പുതിയ നിയമം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. 1 കൊരിന്ത്യർ 16ന്റെ 9ാമത്തെ വാക്യം. 1 Corinthians 16:9. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. This is the door of missionary opportunity. എനിക്ക് വലിയതും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എന്തിനുള്ള വാതിലാണെന്ന് നമുക്കറിയാം. മിഷനറി ദൗത്യത്തിനായുള്ള വാതിൽ. ഇവിടെ
ഒരു പിശകിനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, ആ പാട്ടിന്റെ തുടക്കം ഞാൻ മറന്നുപോയി. തുറന്നിടുക അല്ല, എതിരുകൾ വളരെ ആ ആ ഏതാ അതിന്റെ തുടക്കം? സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ. അപ്പോ അതിൽ നമ്മൾ പാടുന്ന ഒരു സ്റ്റാൻസായാണിത്. നമ്മൾ എങ്ങനെ സാധാരണ അത് പാടുന്നത്? എതിരുകൾ വളരെ നല്ല. എതിരുകൾ വളരെ എന്നാണോ, അനവധി വന്നാലും എതിരികൾ വളരെ എന്നാണോ? എതിരുകൾ നമ്മൾ പാടാറുള്ളത് സാധാരണ എങ്ങനെ? ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് എതിരികൾ അല്ല, എതിരുകൾ എന്ന ശരിയായിട്ടുള്ളത് എതിരികൾ എന്ന ഈ വാക്യമാണ് അതിന്റെ അടിസ്ഥാനം. ഇപ്പൊ നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 16:9 പൗലോസ് പറയുന്നു, ഇനി നിന്റെ മുമ്പിൽ വലുതും വിശാലവുമായ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എതിരുകൾ എന്നാണോ എതിരികൾ എന്നാണോ? എതിരാളികൾ. എതിരാളികൾ. ആ എതിരാളികൾ എന്നതിന്റെ പാട്ടുകാരൻ ട്യൂണിന് വേണ്ടി ചുരുക്കിയപ്പോൾ എതിരികൾ ആയി. പക്ഷെ നമ്മൾ പലപ്പോഴും പാടാറുള്ളത് എതിരുകൾ എന്ന. എതിരുകളല്ല. എതിരുകൾ എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ എന്നാണ്. എതിരികൾ എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവർ എന്നാണ്. വാട്ട് പോൾ മെന്റ് ഓവർ ഹിയർ ഈസ് enemies of the gospel are numerous. Even though there is an open door, a wider door open before me for my missions or God-given missions. But there are ഇംഗ്ലീഷും കൂടെ വാക്യമാണെങ്കിൽ വായിച്ചോ. 16 verse 9, 1 Corinthians. But I will stay in Ephesus until Pentecost, for a wide door for effective work has opened to me, and there are many adversaries. There are many adversaries, opponents, enemies. ഇവിടെ പറയുന്നത് വാതിൽ എന്നത് സുവിശേഷീകരണത്തിന്, ശുശ്രൂഷയ്ക്ക് ഉള്ള വാതിലാണ്. സ്തോത്രം. 2 കൊരിന്ത്യർ 2:18, 2 Corinthians 2:18. Twelve. Sorry, not 18, verse number 12. When I came to Troas to preach the gospel of Christ, even though a door was open for me in the Lord, my spirit was not There open. also, there also the open door is an opportunity for mission. ഇവിടെയും അത് തന്നെയാണ്, കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടതില്ലല്ലോ. സ്തോത്രം. Colossians 4 verse 3, കൊലോസ്യർ 4:3 വാക്യം. Withal praying also for us that God would open unto us a door of utterance to speak the mystery of Christ, for which I am also in bonds. A door of utterance. ഇവിടെയും എന്താ, സുവിശേഷം അറിയിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഞങ്ങൾക്ക് വചനത്തിന്റെ എന്ത് വാതിൽ ലഭിക്കണം? തുറന്നു വെക്കുന്നു. വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ. A door of utterance, a door of preaching the word of God. അപ്പോൾ അതും അർത്ഥമൊന്നു തന്നെയാണ്.
സഭയ്ക്കകത്തായാലും പുറത്തായാലും, സഭയ്ക്കകത്തായാലും പുറത്തായാലും ദൈവവചനത്തിന്റെ വാതിൽ തുറക്കണം. നമ്മളും പ്രസംഗത്തിന് മുമ്പ് പ്രസംഗിക്കാൻ പോകുന്ന ഉപദേശിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലേ? കർത്താവേ, വചനത്തിന്റെ വാതിലുകളെ തുറക്കണമേ. സ്തോത്രം. അത് തന്നെയാണ് ഇവിടെ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നാട്ടിലേക്ക് ഇപ്പം ജനറൽ കൺവെൻഷനുകളുടെ സീസണാണല്ലോ. ലൈവായിട്ട് ഒത്തിരി കൺവെൻഷൻസ് ഉണ്ട്. അതിലൊരു കൺവെൻഷൻ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കേട്ടുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അതില് ഇന്ന് പ്രസംഗിച്ച ഒരാള് അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായ ഒരാളാണ് പ്രസംഗിച്ചത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ പറയായിരുന്നു, അവിടെ ചില ചർച്ചുകളിൽ പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ വളരെ ഒച്ചത്തിൽ അവിടുത്തെ വിശ്വാസികൾ സ്തോത്രവും ഗ്ലോറിയും ഹല്ലേലൂയയും ഒക്കെ പറയും. പ്രസംഗം അങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ശബ്ദമൊരൽപ്പം ഒരു കുറയ്ക്കുമെങ്കിലും സ്തോത്രവും ഹല്ലേലൂയയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ചിലപ്പോൾ പ്രസംഗകന്റെ പ്രസംഗം ഒരൽപ്പം ഒന്ന് ഡള്ളാകും. പ്രസംഗകൻ സ്ട്രഗിൾ ചെയ്യുന്നത് ജനത്തിന് മനസ്സിലാകും. ഉണ്ടാകാറുണ്ട്. പ്രസംഗകൻ വേണ്ടവണ്ണം വാക്കുകൾ കിട്ടുന്നില്ല, നല്ല ആശയങ്ങൾ കിട്ടുന്നില്ല, ഉള്ളിലുള്ളത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം പറയുകയായിരുന്നു, ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർക്ക് കേൾക്കത്തക്ക ഉച്ചത്തിൽ സഭയിലെ വിശ്വാസികൾ പറയും, പ്രാർത്ഥിക്കും, ഹെൽപ്പ് ഹിം ഓ ഗാഡ്, ഹെൽപ്പ് ഹിം ഓ ഗാഡ്. കർത്താവേ, ഞങ്ങളുടെ പാസ്റ്ററെ സഹായിക്കണേ, സഹായിക്കണേ എന്ന് പാസ്റ്റർക്ക് കേൾക്കത്തക്കതുപോലെ അവര് പറയുമത്രേ. എന്താ അവരുടെ പ്രാർത്ഥന? കർത്താവേ, വചനത്തിന്റെ വാതിൽ ഞങ്ങളുടെ ഉപദേശിക്ക് തുറക്കണേ, വചനത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി. അതെ, ഇവിടെ പൗലോസ് കൊലോസ് ലേഖനത്തിൽ പറയുന്നത് വചനവാതിലിന്റെ തുറപ്പിന് വേണ്ടിയ ഡോർ ഓഫ് അറ്ററൻസ്, ഡോർ ഓഫ് അറ്ററൻസ്. അതുപോലെ തന്നെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 14:27, അപ്പോസ്തല പ്രവൃത്തികൾ 14:27 വാക്യം, 14:27. And when they were come and had gathered the church together, they rehearsed all that God had done with them and how he had opened the door of faith unto the Gentiles. Praise God. Open the door of faith unto the Gentiles. ഇവിടെ പറയുന്ന ഡോർ എന്തിന്റെയാണ്? വിശ്വാസത്തിന്റെ വാതിൽ അല്ലേ? വിശ്വാസത്തിന്റെ വാതിൽ ജാതികൾക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുത്തു. എങ്ങനെയാ വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുന്നത്? വചനത്താല, സുവിശേഷത്താല. റോമർ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, 13-17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അപ്പോൾ വിശ്വാസത്തിന്റെ വാതിൽ ജാതികൾക്ക് വേണ്ടി, യവനന്മാർക്ക് വേണ്ടി കർത്താവ് തുറന്നെങ്കിൽ അതിനും എന്താണ് കാരണം? സുവിശേഷം പ്രസംഗിച്ചതാണ്, വചനം പ്രസംഗിച്ചതാണ്. അപ്പോൾ വചനം പ്രസംഗിക്കുന്ന, സുവിശേഷം അറിയിക്കുന്ന, ദൗത്യം നിർവഹിക്കുന്ന ആ ഒരു സാധ്യതയാണ് ഇവിടെ കർത്താവ് ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ തുറന്നു വെച്ചതായി പറഞ്ഞിരിക്കുന്നത്. 3 പേരുകൾ ഈ വാതിലിന് നമ്മൾക്ക് കിട്ടി. ഒന്ന്, സുവിശേഷം അറിയിപ്പാനുള്ള ഒരു വാതിൽ. 2,
വചനത്തിന്റെ വാതിൽ, 3 വിശ്വാസത്തിന്റെ വാതിൽ. സോ 3 names of this door. The door of missions. Second one, door of utterances. Thirdly, door of faith. Door of faith. അപ്പോൾ കർത്താവ് ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ തുറന്നു വെച്ച വാതിൽ ഇത് 3 തന്നെയാണ്. ആത്യന്തികമായി സുവിശേഷീകരണത്തിന്റെ വാതിൽ, an open door to go out. ഈ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ആൾക്കാർക്ക് സഭയ്ക്കകത്തേക്ക് വരാൻ വേണ്ടി മാത്രമല്ല, അതിലുമുപരി സഭയ്ക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയാ. അതിന് മിഷിയോളജിക്കൽ ലാംഗ്വേജിൽ, മിഷൻ ഭാഷയിൽ പറയും 2 കാര്യങ്ങൾ. ഒന്ന്, ടേക്കിംഗ് ദ ചർച്ച് ടു ദ പീപ്പിൾ, and 2, bringing people into the church. ഇത് രണ്ടും നാം ചെയ്യണം. ജനത്തെ, മനുഷ്യരെ സഭയിലേക്ക് നാം കൊണ്ടുവരണം. അതുപോലെ സ്തോത്രം, സഭയെ നാം എന്ത് ചെയ്യണം? ജനങ്ങളുടെ ഇടയിലേക്കും കൊണ്ടുപോകണം. ഇത് രണ്ടും നാം ചെയ്യണം. സഭയെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ it is taking the church, Christ. സഭയെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ജനത്തിന്റെ അടുക്കൽ എത്തിക്കുക എന്നാണ്. ക്രിസ്തുവിനെ. ഈ 2 ദൗത്യങ്ങളും നമുക്കുണ്ട്. We should bring people into the church and take the church unto the people. ഇത് രണ്ടും സുവിശേഷീകരണത്തിന്റെ ഭാഗമാണ്. ഇത് രണ്ടും മിഷൻ, ദൗത്യത്തിന്റെ ഭാഗമാണ്. അത് വിഘ്നം കൂടാതെ നാം ചെയ്യണം. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്റെ മുമ്പിൽ വലുതും വിശാലവുമായ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഫിലദൽഫിയ പട്ടണത്തെ പറ്റി പഠിച്ചപ്പോൾ ഫിലദൽഫിയ പട്ടണം പണിയാനുള്ള കാരണം അല്ലെങ്കിൽ ഉദ്ദേശം നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? It was a missionary city to spread the culture of Greece to others. Yes, Malay. The city of Philadelphia was built as a missionary city to spread the Grecian culture, language and all to the surrounding nations. ആ പശ്ചാത്തലത്തിൽ കർത്താവ് ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഈ ഫിലദൽഫിയ പട്ടണത്തിലുള്ള സഭയ്ക്കും ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. Be a missionary church. Every Christian should be a missionary Christian. Every Christian family should be a missionary family. Every church should be a missionary in its nature. സ്തോത്രം. ഓരോ ക്രിസ്തു വിശ്വാസിയും ഓരോ കുടുംബവും എന്തായിരിക്കണം?
മിഷനറി വ്യക്തി അല്ലെങ്കിൽ കുടുംബമായിരിക്കണം. അതുപോലെ ഓരോ സഭയും മിഷനറി സഭയായിരിക്കണം. സ്തോത്രം. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ 2 സഭകളെ പറ്റി വളരെ ശ്ലാഘനീയമാം വിധത്തിൽ കേട്ടു. 2 സഭകളെ കുറിച്ച്. അതിൽ ഒരു സഭ എൻ്റെ ഒരു കൂട്ടുകാരന്റെ പിതാവ് സ്ഥാപിച്ച സഭയാണ്. ആ സഭയിൽ ഇന്ന് 100-ൽ താഴെയേ വിശ്വാസികളുള്ളൂ. പക്ഷേ ആ സഭയിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയവർ 116-ലധികമാണ്. സ്തോത്രം. നമ്മുടെയൊക്കെ സഭകൾ മിഷനറി സഭകളാകണം. നമ്മൾ പ്രാർത്ഥിക്കണം. ഇതുവരെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ നിന്ന് മിഷനറിമാരെ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ ആഗ്രഹമാണ് നമ്മളുടെ ഈ പ്രാർത്ഥന ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് ചില മിഷനറിമാരെ ദൈവം എഴുന്നേൽപ്പിക്കണേ. സ്തോത്രം. ഇപ്പോൾ ഫിലദൽഫിയ പട്ടണത്തെ സ്ഥാപിച്ച അതേ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ക്രിസ്തു ഇവിടുത്തെ സഭയെ ഒന്ന് ബന്ധപ്പെടുത്തുകയാണ്. ഫിലദൽഫിയ പട്ടണം ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിക്കുന്നതിൽ വിജയിച്ചെങ്കിൽ ഫിലദൽഫിയ സഭ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ വിജയിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്കും ഈ സന്ദേശം ഏറ്റെടുക്കാം. കർത്താവേ, എന്നെ ഒരു മിഷനറി ആക്കണേ. എൻ്റെ കുടുംബത്തെ ഒരു മിഷനറി കുടുംബമാക്കണേ. ഞങ്ങളുടെ സഭയെ ഒരു മിഷനറി സഭയാക്കണേ. സ്തോത്രം. നമ്മുടെ മുൻപിലും കർത്താവ് വിശാലമായൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. അത് അടയുന്നതിന് മുമ്പ് നമുക്ക് കർത്താവിന്റെ വചനവുമായി മറ്റുള്ള അടുക്കലേക്ക് പോയി അവരെ സുവിശേഷത്താൽ ക്രിസ്തുവിങ്കിലേക്ക് നയിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാട്ടെ. സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ വീണ്ടും സന്ധിക്കാം. ഇന്ന് ഞാൻ നിർത്തിക്കോട്ടെ. ഞാൻ നിന്റെ മുമ്പിൽ വിശാലമായൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് പോസിബിലിറ്റി, സാധ്യത ആണ്. സുവിശേഷീകരണത്തിനായിട്ടുള്ള സാധ്യത, വചനം പ്രസംഗിക്കാനുള്ള സാധ്യത, ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാനുള്ള സാധ്യത. സ്തോത്രം. ആ തുറന്ന വാതിലിലൂടെ നമുക്കും കർത്താവിന്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും വന്ദനം. മാറാനാഥ.